ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് എസ്റ്റിമേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഗുണിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ആദ്യം ഞാൻ ഈ ടെക്സ്റ്റൽ ഭാഗം എല്ലാം ഒന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതിനുശേഷം ഞാൻ കുറച്ച് കണക്കുകളും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ടു എസ്റ്റിമേറ്റ് പ്രൊഡക്ട്സ്. ഹൗ ഡു വി എസ്റ്റിമേറ്റ് എ പ്രൊഡക്റ്റ്? എങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ ഉപയോഗിച്ച് ഗുണിക്കുന്നത്? വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റ് ഓഫ് 19 × 78? അപ്പം എന്താണ് 19 × 78 ചെയ്യുമ്പം എങ്ങനെയാണ് അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന്. ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ 2000. വൈ? അതായത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് ഗുണിച്ച് കിട്ടുന്ന ആൻസർ 2000 കുറവായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഇഫ് വി അപ്രോക്സിമേറ്റ് 19 ടു ദ നിയറസ്റ്റ് ടെൻസ് വി ഗെറ്റ് 20. നമ്മൾ 19 വൺസ് ടെൻസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിയറസ്റ്റ് 10 വെച്ച് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെയായിരിക്കും? 20 ആയിരിക്കും. റൗണ്ട് ഓഫ് എന്താണെന്ന് അതായത് എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് കാണുക, അപ്പോൾ മനസ്സിലാവും. ആൻഡ് ദെൻ അപ്രോക്സിമേറ്റ് 78 ടു നിയറസ്റ്റ് ടെൻസ്. 78നെയും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ? നിയറസ്റ്റ് 10 വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? വി ഗെറ്റ് 80. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കിട്ടിയ റൗണ്ട് ഓഫിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 20 × 80 അല്ലേ? അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 1600 ആണ്. ഇത് എഴുതി ചെയ്യാതെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് നമുക്ക് സൈഡിൽ എഴുതി ഗുണിച്ച് നോക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ. അതായത് 2 × 8 സീറോസ് മാറ്റി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 8 ചെയ്യുമ്പോൾ 16 കിട്ടും. അതായത് 8 2s are 16. ദെൻ 2 സീറോസ് ആണ് ഇവിടെ ഉള്ളത്. 2 സീറോസും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1600. ലുക്ക് അറ്റ് 63 × 182. അടുത്തൊരു കണക്കാണിത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യുന്നത് എന്ന്. ഇഫ് വി അപ്രോക്സിമേറ്റ് ബോത്ത് ടു ദ നിയറസ്റ്റ് ഹൺഡ്രഡ്സ് വി ഗെറ്റ് 100 × 200. അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന 63 × 182നെ നിയറസ്റ്റ് 100 വെച്ച് റൗണ്ട് ഓഫ് ചെയ്യാന്ന് വെച്ചു. അപ്പം 63നെ 100 ആയിട്ടും 182നെ 200 ആയിട്ടും എടുത്താൽ നമുക്ക് ആൻസർ 20,000 കിട്ടും. ദിസ് ഈസ് മച്ച് ലാർജർ ദാൻ ദ ആക്ച്വൽ പ്രൊഡക്റ്റ്. അതായത് ശരിക്കുള്ള ആൻസറിനേക്കാൾ ഒത്തിരി വ്യത്യാസമാണ് ഈ 20,000 എന്നുള്ളത്. സോ വാട്ട് ഡു വി ഡു? അങ്ങനെയാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ടു ഗെറ്റ് എ മോർ റീസണബിൾ എസ്റ്റിമേറ്റ്. നമുക്ക് റീസണബിൾ ആയിട്ടുള്ളൊരു എസ്റ്റിമേഷൻ വേണം. വി ട്രൈ റൗണ്ടിങ് ഓഫ് 63 ടു നിയറസ്റ്റ് 10. 63 അതായത് ഒരെണ്ണത്തിനകത്ത് നോക്കിയേ, പ്ലേസ് നോക്കിയേ, 63 ആണ് തന്നിരിക്കുന്നത്. അതായത് വൺസ് ടെൻസേ ഉള്ളൂ. മറ്റേതിൻ്റെ പ്ലേസ് നോക്കിയേ, വൺസ് ടെൻസ് 100. അതായത് 182ന് വൺസ് ടെൻസ് 100 ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് 63നെ നമുക്ക് 100 വെച്ച് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരു റീസണബിൾ എസ്റ്റിമേറ്റ് അല്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ടെൻസ് വെച്ചാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇവിടെ പറയുന്നത് വി ട്രൈ റൗണ്ടിങ് ഓഫ് 63 ടു നിയറസ്റ്റ് ടെൻസ്. 63നെ നിയറസ്റ്റ് 10 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 60 കിട്ടും. ദെൻ ആൻഡ് ഓൾസോ 182 ടു നിയറസ്റ്റ് ടെൻസ്. 182നെ നിയറസ്റ്റ് 10 വെച്ച് ചെയ്യുമ്പോഴത്തേന് നമുക്ക് 180 കിട്ടും. വി ഗെറ്റ് 60 × 180 ഓർ നമുക്ക് കിട്ടുന്ന ആൻസർ, അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 10,800 ആണ്. ദിസ് ഈസ് എ ഗുഡ് എസ്റ്റിമേറ്റ്. ഇത് നല്ലൊരു എസ്റ്റിമേഷൻ ആണ്. ബട്ട് ഈസ് നോട്ട് ക്വിക്ക് ഇനഫ്. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അതായത് എസ്റ്റിമേഷൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഏകദേശം അനുമാനമാണ്. പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കണം, അല്ലെ പെട്ടെന്ന് തന്നെ ഗുണിച്ചെടുക്കണം, വേണ്ടേ? അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് വി നൗ ട്രൈ അപ്രോക്സിമേറ്റിംഗ് 63 ടു 60. 63നെ നമ്മൾ 60 ആയിട്ടും 182നെ നമ്മൾ നിയറസ്റ്റ് 100 എടുത്ത് റൗണ്ട് ഓഫ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ 182 എന്നുള്ളത് 200 ആയിട്ട് മാറും. വി ഗെറ്റ് 60 × 200 ആൻഡ് ദിസ് നമ്പർ, അതായത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് 6 2s are 12. ബാക്കി ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെ 2 സീറോസ് ഉണ്ട്, 3 സീറോസ് വരും. അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എങ്ങനെയാണ് വരുന്നത്? 12,000 ഈസ് എ ക്വിക്ക് ആസ് വെൽ ആസ് ഗുഡ് എസ്റ്റിമേറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. ആദ്യം നമ്മൾ ഇവിടെ കണ്ടതിനേക്കാൾ എളുപ്പത്തിലല്ലേ ഇത് കിട്ടുന്നത്? അപ്പോൾ ഇത് നല്ലൊരു എസ്റ്റിമേഷൻ അല്ലേ? അപ്പോൾ ഇതല്ലേ ബെറ്റർ? നമുക്കിവിടെ തന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 63 × 182 ആയിരുന്നു. ആദ്യം നമ്മൾ ചെയ്തത് എങ്ങനെയാണ് ചെയ്തത്? 2നെയും 10s വെച്ച് റൗണ്ട് ഓഫ് ചെയ്തു. അപ്പോൾ 60 × 180 കിട്ടി നമുക്ക് ആൻസർ. ദെൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്. ഇതൊരു നല്ല എസ്റ്റിമേഷൻ അല്ലെന്നല്ല, ഇത് പക്ഷേ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലൈ, ഇപ്പോൾ 18 × 6 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഒരെണ്ണത്തിനെ ഈ ഫസ്റ്റ് കിടക്കുന്ന 63 എന്നുള്ളതിനെ 10s വെച്ചിട്ടും 182നെ 100 വെച്ചിട്ടും റൗണ്ട് ഓഫ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോവാണ്. ദ ജനറൽ റൂൾ ദാറ്റ് വി ക്യാൻ മേക്ക് ഈസ് ദെർഫോർ. നമ്മൾ ജനറൽ ആയിട്ടുള്ളൊരു റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ റൗണ്ട് ഓഫ് ഈച്ച് ഫാക്ടർ ടു ഈച്ച് ഗ്രേറ്റസ്റ്റ് പ്ലേസ്. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ തരുന്ന നമ്പർ നോക്കുക, അതിൻ്റെ പ്ലേസ് വാല്യൂസ് നോക്കുക. അതിനകത്ത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന പ്ലേസ് വാല്യൂ റൗണ്ട് ഓഫ് ഈച്ച് ഫാക്ടർ ടു ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് പ്ലേസ് വാല്യൂ.
അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നോക്കുക, അതിൻ്റെ ഹയസ്റ്റ് പ്ലേസ് വാല്യൂ നോക്കുക. ഹയസ്റ്റ് പ്ലേസ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 63 ആണ്, വൺസ് ടെൻസ് അല്ലേ ഉള്ളൂ, അപ്പോൾ ടെൻസ് വെച്ചിട്ടല്ലേ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ 182 എടുത്ത് നോക്കാം. അപ്പം വൺസ് ടെൻസ് 100 ഉണ്ട്, അപ്പം നമ്മൾ എന്ത് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നത്, 100 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അതിനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് പ്ലേസ് വാല്യൂ എന്ന്. അതിനുശേഷം ദെൻ മൾട്ടിപ്ലൈ ദ റൗണ്ട് ഓഫ് ഫാക്ടേഴ്സ്, ആ റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടിയ ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. Thus, in the above example, we round off 63 to tens and 180 to hundreds. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതായത് 63നെ ടെൻസ് ആയിട്ടും 182നെ ഹൺഡ്രഡ്സ് പ്ലേസ് വെച്ചിട്ടുമാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തത്. Now, estimate 81 into 479 using this rule. ഈ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ നമ്പറിനെ ഒന്ന് ചെയ്ത് നോക്കാം. 479 ഈസ് റൗണ്ട് ഓഫ് ടു 500 അല്ലേ. അപ്പോൾ ഇത് ഹൺഡ്രഡ്സ് വെച്ച് റൗണ്ട് ഓഫ് ചെയ്യാം. വൺസ് ടെൻസ് 100. ഞാനിവിടെ റൗണ്ട് ഓഫ് ചെയ്യുന്ന രീതി ഒന്ന് പറയാം. അതായത് നമ്മളിവിടെ നോക്കുമ്പോഴത്തേന് വൺസ് ടെൻസ് 100 പ്ലേസ് ആണുള്ളത്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന നോക്കുക, അത് 5നേക്കാൾ വലുതാണെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പറിന് ഒരു നമ്പർ കൊടുത്തുകൊണ്ട്, അത് 1 കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളത് സീറോസ് ആക്കുക. അപ്പോൾ ഇവിടെ കിടക്കുന്നത് 7 ആണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ 7 ആകുമ്പോൾ തൊട്ടിപ്പുറത്ത് കിടക്കുന്നതിന് 1 കൊടുക്കുമ്പം 4 + 1 5, അങ്ങനെയാണ് 500 കിട്ടിയത്. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ഇത് ചെയ്യുന്നത് എന്തായിട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്, ഹൺഡ്രഡ്സ് ആയിട്ട്. 81നെ എന്ത് വെച്ചാൽ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നത്, 10 ആയിട്ടേ ഉള്ളൂ. കാരണം വൺസ് ടെൻസ്, അതിൻ്റെ ഗ്രേറ്റസ്റ്റ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻസ് ആണ്. അപ്പം ടെൻസ് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പം സിമിലർലി മുമ്പേ ചെയ്ത പോലെ തന്നെ ആദ്യം ഈ പ്ലേസ് നോക്കുക, അവിടെ എന്താ കിടക്കുന്നത് 1 ആണത്, 5ന് താഴെയാണ്. 5ന് താഴെയാണെങ്കിൽ ഇത് 0 ആയിക്കൊണ്ട് ഈ നമ്പർ അതുപോലെ തന്നെ എടുത്തെഴുതുക. അപ്പം 80 എന്ന റൗണ്ട് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ദ എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് എങ്ങനെയാണ്, 500ഉം 80ഉമാണ് നമുക്കിവിടെ കിട്ടിയത്. അതിവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ എഴുതി. അപ്പം 500നകത്തെ 5ഉം 80കകത്തെ 8ഉം 5 8s 40. പിന്നെ മിച്ചമുള്ള സീറോസ് എത്രയാണെന്ന് നോക്കുക. അതായത് ഇവിടെ കിടക്കുന്നത്, ഇവിടെ 2ഉം ഇവിടെ 1ഉം, അപ്പോൾ 3 0. അത് അങ്ങ് കൗണ്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എഴുതുക. കണ്ടോ, പെട്ടെന്ന് കിട്ടത്തില്ലേ ആൻസർ. An important use of estimate for you will be to check your answer. നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് എസ്റ്റിമേഷൻ കൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യുന്ന ഇതാണ്. സപ്പോസ് യു ഹാവ് ഡൺ ദ മൾട്ടിപ്ലിക്കേഷൻ 37 ഇൻറ്റു 1889. നമ്മൾ ഒരു മൾട്ടിപ്ലൈ ചെയ്യുവാണ്, 37നെ 1889 കൊണ്ട് ഗുണിക്കുവാൻ നോക്കുക. ബട്ട് ആർ നോട്ട് ഷുവർ അബൌട്ട് യുവർ ആൻസർ. നമുക്ക് ഉറപ്പില്ല, അതായത് ഉറപ്പെന്നല്ല, നമ്മൾ എഴുതി ഗുണിച്ച് നോക്കണം. നമുക്ക് ക്വിക്കായിട്ട് ചെയ്യണമെങ്കിൽ എ ക്വിക്ക് ആൻഡ് എ റീസണബിൾ എസ്റ്റിമേറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് വിൽ ബി 37നെ ടെൻസ് വെച്ച് റൗണ്ട് ഓഫ് ചെയ്യാം, 1889നെ തൗസൻഡ്സ് വെച്ച് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. 37നെ 40 ആയിട്ട് ആൻസർ കിട്ടും, 1889നെ 2000 ആയിട്ട് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4 2s are 8 ആണെന്ന് അറിയാം. മുമ്പേ പറഞ്ഞ പോലെ തന്നെ സീറോസ് കൗണ്ട് ചെയ്തിട്ട് ഇടുക. അപ്പം നമുക്ക് ആൻസർ 80,000 കിട്ടി. ഇഫ് യുവർ ആൻസർ ഈസ് ക്ലോസ് ടു 80,000 ഇറ്റ് ഈസ് പ്രോബബ്ലി റൈറ്റ്. അത് 80,000 അടുത്താണെങ്കിൽ ശരിയാണ്. ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ഇറ്റ് ഈസ് ക്ലോസ് ടു 8,000 or 8 lakh സംതിങ് ഈസ് ഷുവർലി റോങ്. നമുക്കറിയാം അത് തെറ്റാണ്. ഇൻ യുവർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത രീതിക്ക് അത് തെറ്റാണ്. അപ്പോൾ കഴിവതും നമ്മൾ ചെയ്യുന്ന ആ എസ്റ്റിമേഷൻ റീസണബിൾ ആയിട്ടുള്ളൊരു എസ്റ്റിമേഷൻ ആയിരിക്കണം. അതായത് ആക്ച്വൽ പ്രൊഡക്റ്റിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നതായിരിക്കണം നമ്മൾ ചെയ്യുന്ന എസ്റ്റിമേഷൻ. ഇത് അതുകൊണ്ടേ നമുക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സെയിം ജനറൽ റൂൾ മേ ബി ഫോളോഡ് ബൈ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് 2 or more നമ്പേഴ്സ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ റൂള് മൾട്ടിപ്ലിക്കേഷനകത്ത് മാത്രമല്ല, നമുക്ക് അഡീഷനകത്തും സബ്ട്രാക്ഷനകത്തും ഒരേ സമയത്ത് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അതുപോലെ എന്താണ് റൂളെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ, നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നോക്കുക, അതിൻ്റെ ഗ്രേറ്റസ്റ്റ് പ്ലേസ് വാല്യൂ നോക്കുക, അതിനനുസരിച്ച് റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയോ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാന്നുള്ളതാണ് ആ റൂള്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ കുറച്ച് കണക്കുകൾ നോക്കാം, എങ്ങനെയാണ് എസ്റ്റിമേഷൻ ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന്. ഇപ്പം ഞാനിവിടെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. എസ്റ്റിമേറ്റ് 1291 ഇൻറ്റു 592 എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്യാം. അപ്പം ഞാൻ ജനറൽ റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് ഇവിടെ എഴുതുകയാണ്. റൗണ്ടിങ് ഓഫ് ബൈ ജനറൽ റൂൾ. ഓക്കെ, ആദ്യത്തെ നമ്പർ ഞാനിവിടെ എഴുതുകയാണ്. റൗണ്ടഡ് ഓഫ് 2. നമുക്ക് നോക്കി ഇത് എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാം. വൺസ് ടെൻസ് 100 1000, അപ്പോൾ 1000 വെച്ച് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ നോക്കുക, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് 1000 വെച്ചിട്ടാണ്. അപ്പോൾ 1000 പ്ലേസിൻ്റെ തൊട്ടടുത്ത പ്ലേസ് നോക്കുക, 2 ആണ്. അത് 5ന് 2 ആണ് ഇവിടെ കിടക്കുന്നത്, അത് 5ന് താഴെയാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്, ഈ 1 അതുപോലെ എഴുതിയിട്ട് ബാക്കിയുള്ള സീറോസ് കൊടുക്കുക. കണ്ടോ, ഈ നമ്പറിനെ റൗണ്ട് ഓഫ് ചെയ്തപ്പോൾ നമുക്ക് ആൻസറിനെ കിട്ടി 1000 കിട്ടി. അടുത്ത നമ്പർ റൗണ്ടഡ് ഓഫ് 2.
ഇത് നോക്കിയേ, 1s 10s 100 ആണുള്ളത്. അപ്പം 100 വെച്ചിട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. തൊട്ടടുത്ത പ്ലേസ് നോക്കുക, അത് 5നേക്കാൾ കൂടുതലാണ്. 9 എന്ന് പറയുന്നത് 5നേക്കാൾ കൂടുതലാണ്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറിന് 1 കൊടുത്തുകൊണ്ട് 5 + 1, ഇവിടെ കിടക്കുന്ന 5ന് 1 കൊടുക്കുമ്പോൾ 6 ആകും. ദെൻ ബാക്കി സീറോസ് ആക്കി. ഇനി എസ്റ്റിമേറ്റഡ് പ്രോഡക്റ്റ് 1000 × 600. ഇതിനകത്ത് നോക്കുക, 6 1s അത് ഞാൻ ഇവിടുത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 6 1s 6. ഇനി എത്ര സീറോസ് ഉണ്ട് മൊത്തം? 1 2 3 4 5 എണ്ണം. ആ 5 സീറോസ് ഇട്ട് കൊടുക്കുക. ആൻസറായി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയല്ലാതെ, അതായത് എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റിന് നമുക്ക് സീറോസ് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരു രീതിക്ക് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് എസ്റ്റിമേറ്റ് 9250 × 29 ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ അതേ സ്റ്റെപ്പുകളെല്ലാം തന്നെ എഴുതുക. റൗണ്ടിങ് ഓഫ് ബൈ ജനറൽ റൂൾ. ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ജനറൽ റൂൾ യൂസ് ചെയ്തിട്ടാണ്. ആദ്യത്തേത് റൗണ്ടഡ് ഓഫ് ടു. അപ്പം നോക്കിയേ, 1s 10s 100 1000 അല്ലേ? അപ്പം നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഇവിടെ നോക്കുക, അതായത് 9ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ നോക്കുക, 2 ആണ്. അത് 5ന് താഴെയാണ്. അപ്പം നമ്മൾ ഈ നമ്പർ അതുപോലെ എഴുതിയിട്ട് ബാക്കി എന്നാ ആക്കണം? സീറോസ് ആക്കണം. ദെൻ അടുത്തത് ഇത് 1s 10s, ഗ്രേറ്റസ്റ്റ് പ്ലേസ് 10s ആണ്. അപ്പം നമ്മൾ 10 വെച്ചിട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. അപ്പം നോക്കുക, ഇത് അതായത് 2 എടുത്തു. 2ന് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ നോക്കുക, 9 ആണ്. 5ന് മുകളിലാണ് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറിന് 2ന് 1 കൊടുത്തുകൊണ്ട്. അപ്പോൾ 2 + 1 3 ആകും. ഇനി എസ്റ്റിമേറ്റഡ് പ്രോഡക്റ്റ്. അപ്പം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടാണെങ്കിൽ ഈ 9 ആദ്യം ഇവിടെ എടുക്കുക. ഇൻറ്റു, ഇവിടെ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക, 3 കണ്ടോ? ഇങ്ങനെ എഴുതി. ഇൻറ്റു, അടുത്ത 3 എടുക്കുക. സെയിം പോലെ ഇത് തന്നെ ഇവിടെ എന്ത് ചെയ്യുക? 100 ആക്കുക. കാരണം ഇവിടെ 2 സീറോസ് ഉണ്ട്, 100 കൊടുത്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 9 × 3 ഫ്രണ്ടിൽ കൊണ്ടുവരിക. ബാക്കിയുള്ളത് പുറകിലേക്ക് എഴുതുക. 9 3s അല്ലേ? ബാക്കിയുള്ള സീറോസ് കണ്ടോ? നിങ്ങൾക്ക് തെറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താലും കറക്റ്റ് തന്നെയാണ്. ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സീറോസ് കൗണ്ട് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ ഇവിടുത്തെ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വന്നിട്ട് ഉള്ള സീറോസ് കൗണ്ട് ചെയ്തിട്ട് കൗണ്ട് എഴുതി. അങ്ങനെ എഴുതും, അതായത് കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റ് പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത കണക്ക് നോക്കാം. എസ്റ്റിമേറ്റ് 578 × 161 ആണ്. നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ ജനറൽ റൂൾ. ഞാൻ അവിടെ എഴുതിയത് റൗണ്ടഡ് ഓഫ് ബൈ ജനറൽ റൂൾ എന്നാണ് എഴുതിയത്. ഇവിടെ ഞാൻ ബൈ ജനറൽ റൂൾ എന്നേ കൊടുക്കുന്നുള്ളൂ. അതായത് കഴിവതും നമ്മൾ സ്റ്റെപ്സ് ചെറുതാക്കി എഴുതുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചത്. ദെൻ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. ഇപ്പം നോക്കിയേ, 1s 10s 100 ആണുള്ളത്. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? അപ്പം നമ്മളിവിടെ നോക്കുക, 100 പ്ലേസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് നോക്കുക, 7 ആണ്. അത് 5ന് മുകളിലാണ്, തൊട്ടടുത്ത് കിടക്കുന്നതിന് കൊടുക്കുക. അപ്പോൾ ഇത് എന്തായി? 600 ആയി. ദെൻ അതുപോലെ തന്നെ 1s 10s 100 ആണുള്ളത്. അതായത് 100ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് നോക്കുക, 6 ആണ്. ഇപ്പോഴത്തേക്ക് ഒന്ന് കൊടുക്കുമ്പം അതെന്താവും? 200. ഇനി എസ്റ്റിമേറ്റഡ് പ്രോഡക്റ്റ്. 6 2s 12. പിന്നെ ബാക്കിയുള്ള സീറോസ് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്താലും കറക്റ്റാണ്. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. അതല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ 2 കണക്ക് അങ്ങനെ ചെയ്ത് കാണിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കണക്ക് നോക്കാം. എസ്റ്റിമേറ്റ് 5281 × 3491. അപ്പോൾ ഞാനിതിവിടെ ഒന്നുകൂടെ എടുത്തെഴുതാം. ഇനി ബൈ general rule. Okay, then is
റൗണ്ടഡ് ഓഫ് ടു. ഇത് നോക്കിയേ, 1s 10s 100 1000. അപ്പോൾ 1000 വെച്ചിട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, 1000 പ്ലേസ് എടുത്തു, തൊട്ടടുത്ത പ്ലേസ് നോക്കുക 2, അത് 5നേക്ക് താഴെയാണ്. അപ്പം ഈ കിടക്കുന്ന പ്ലേസ് 1000 പ്ലേസിൽ കിടക്കുന്ന അതുപോലെ എഴുതിയിട്ട് ബാക്കിയുള്ളത് സീറോസ് ആക്കുക. അടുത്ത നമ്പർ 3491 ഈസ് റൗണ്ടഡ് ഓഫ് ടു. ആദ്യം ചെയ്ത പോലെ തന്നെ 1s 10s 100 1000 പ്ലേസ് എടുക്കുക, തൊട്ടടുത്ത പ്ലേസ് നോക്കുക, അത് 4 ആണ്, 5ന് താഴെയാണ്. അപ്പം ഇതുപോലെ തന്നെ ഇതെടുത്ത് എഴുതുക. എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് 5000 ഇൻറ്റു 3000. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തെഴുതാം. ആദ്യത്തെ ഇതും അതായത് നമ്പറായിട്ടുള്ളത് ഒരുമിച്ച് എഴുതുക, ബാക്കിയുള്ളത് 1 ഇട്ടിട്ട് കൗണ്ട് ചെയ്ത് സീറോസ് ഇങ്ങോട്ട് എഴുതുക. കണ്ടോ, മൊത്തം 1 2 3 4 5 6 സീറോസ് ഇങ്ങനെ കൊടുത്തു. അപ്പം 5 3s 15. പിന്നെ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഏത് മെത്തേഡിൽ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതിനാണ് ഞാൻ ഇങ്ങനെ കാട്ടി തന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ക്ലാസ്സസ് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മാത്സ് സംബന്ധമായ ഡൗട്ട് കമൻറ്റ് ബോക്സിൽ നൽകിയാൽ അത് വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്